ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 21-ാം ഞായറിൻ്റെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു ആ ഒരു മകൾ. അവളെ രോഗി സന്ദർശനം നടത്തുവാൻ വേണ്ടി, അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പുരോഹിതൻ, ഒരച്ഛൻ അവളുടെ അടുക്കൽ ചെല്ലുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്. അച്ഛനെ കാണുമ്പോൾ അവളുടെ അപ്പനും അമ്മയും അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു ആഗ്രഹം പറയുന്നുണ്ട്. അച്ഛാ, ഞങ്ങളുടെ മകൾക്ക് രോഗീലേപനം കൊടുക്കണം, മരണത്തിനു വേണ്ടി അവളെ ഒരുക്കണം. അച്ഛൻ രോഗീലേപനം കൊടുത്തു. മരണത്തെക്കുറിച്ച് അവളോട് സംസാരിച്ച് മരണത്തിലേക്കുള്ള ഒരു ഒരുക്കം അവൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരുക്കം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ ഇപ്രകാരം പറയുകയാണ്, ഷീ ഈസ് സിംഗിങ്. മരണത്തിലേക്ക് നടന്നെടുക്കുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഹീ ഓർ ഷീ ഈസ് ഇൻ ദ സിംഗിങ് സ്റ്റേജ്. അപ്പോൾ ആ അമ്മ അവളെക്കുറിച്ച് പറയുകയാണ്, ഷീ ഈസ് സിംഗിങ്. അവൾ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അമ്മ തന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവൾ പെട്ടെന്ന് മറുപടി പറയുന്നുണ്ട്, ഐ വിൽ നോട്ട് സിങ്ക്, ഐ ആം ഓൺ ദ റോക്ക്. ഐ വിൽ നോട്ട് സിങ്ക്, ഐ ആം ഓൺ ദ റോക്ക്. ഞാൻ മുങ്ങിപ്പോവുകയില്ല, കാരണം ഞാൻ പാറമേലാണ് ആയിരിക്കുന്നത്. പ്രിയമുള്ളവർ, അവൾ ഇത് പറയുമ്പോൾ ഞാൻ മുങ്ങിപ്പോവില്ല, ഞാൻ ആയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ജപമാലയിലെ കൊന്തയിലെ കുരിശിലെ പിടിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. തൻ്റെ ജീവിതത്തിലെ വലിയ സഹനത്തിൻ്റെ സമയത്ത് പോലും വിശുദ്ധ കുരിശിൻ്റെ നിത്യജീവൻ്റെ പ്രത്യാശയിൽ വിശ്വസിക്കുന്ന ഒരു മകളെ അവിടെ കാണാൻ പറ്റും. തൻ്റെ ഈ സഹനത്തിനപ്പുറം തന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ ജീവിതം, ഒരു നിത്യജീവിതം, നിത്യജീവൻ്റെ ജീവിതാവസ്ഥ, അതിൻ്റെ ആഴത്തെക്കുറിച്ച് അറിവുള്ളവളായി തീരുന്ന ഒരു മകളെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈശോ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഈ നിത്യജീവൻ്റെ വിശ്വാസത്തിലേക്കാണ്, ഈ നിത്യജീവൻ്റെ അറിവിൻ്റെ ആഴങ്ങളിലേക്കാണ്. അതെ, ജീവിതം മുങ്ങിപ്പോകാതെ ജീവിതം പാറമേൽ ഉറപ്പിക്കുവാൻ വേണ്ടി ഈ ഞായറാഴ്ച ഈശോ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രത്യേകമായിട്ട് ആരംഭിക്കുന്നത് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു രീതിയിലാണ്. പൊതുവെ നമ്മൾ കാണുന്നത് എന്താ? എല്ലാ ജനങ്ങളും വ്യക്തികളും ഈശോയുടെ അടുക്കിലേക്ക് എത്തിച്ചേരാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടെ തിക്കിലും തിരക്കിലുമൊക്കെ നൂണ്ട് ഇഴഞ്ഞ് ഈശോയുടെ അടുക്കലേക്ക് വരുന്നൊരു കാഴ്ചയാണ്. വളരെയധികം വേഗത്തിൽ ഈശോയുടെ അടുക്കൽ എത്തി സൗഖ്യം പ്രാപിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ ഈശോയുടെ അടുക്കലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ അടുക്കൽ നിന്നും ഓടി അകലുന്ന വ്യക്തികളെ കാണുകയാണ്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമുള്ള തിരുവചനങ്ങളാലാണ്. ഇതു കേട്ട് അവൻ്റെ ശിഷ്യന്മാർ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? പിന്നെ വചനം പുരോഗമിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. എങ്ങനെയാണ് വിട്ടുപോയതെന്ന് പറയുന്നത് സുവിശേഷം? പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടക്കാത്ത രീതിയിൽ അവനെ വിട്ടുപോയി എന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന ഈ വചനം, അതിൻ്റെ കാഠിന്യം അതെന്താ? ഇവർ പറയുന്നത് ഈശോയുടെ ജീവൻ്റെ അപ്പത്തിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ സുവിശേഷത്തിന് മുന്നേ ഉള്ള സുവിശേഷ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ ആത്മീയതയാണ്. 5 അപ്പം 5000 പേർക്ക് ഈശോ വർദ്ധിപ്പിച്ച് നൽകുന്നുണ്ട്. അതിനുശേഷം ഈശോയും ശിഷ്യന്മാരും അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്ത് നിന്നും മറുകരയിലേക്ക് വഞ്ചിക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഈ 2 കാര്യങ്ങൾ, 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിക്കുന്ന അത്ഭുതം, അവിടെ നിന്നും മറുകരയിലേക്ക് യാത്രയാകുന്ന ഈശോയും ശിഷ്യന്മാരും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വായിക്കുന്നു, തിബേരിയാസിൽ നിന്ന് വളരെയധികം പേര് ഈ അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്ത് ഈശോയെ അന്വേഷിച്ച് വരുന്നുണ്ട്. എന്നാൽ അവർക്ക് അവിടെ ഈശോയെ കാണാൻ പറ്റുന്നില്ല. അവർ പിന്നീട് അവിടെ നിന്നും കഫർനാമിലേക്ക് പോകുന്നുണ്ട്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ കടലിൻ്റെ മറുകരയിൽ ഈശോയെയും ശിഷ്യന്മാരെയും കണ്ടെത്തി. അങ്ങനെ ഈ ജനക്കൂട്ടങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് തൻ്റെ അടുക്കൽ വന്നു ചേരുമ്പോഴാണ് ഈശോ നീണ്ട ജീവൻ്റെ അപ്പത്തിൻ്റെ വചനപ്രഘോഷണം നടത്തുന്നത്, ഇവരോട് പങ്കുവയ്ക്കുന്നത്.
ഈ ജീവൻ്റെ അപ്പത്തിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ പ്രധാന കാതൽ എന്താ? ഈശോ അരുളി ചെയ്യുന്നു യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം തിരുവചനത്തിൽ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടാകും. പിന്നെ ഈശോ പറയുന്നുണ്ട്, പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, പക്ഷേ അവർ മരിച്ചു. അതുപോലെയല്ല, ഈ അപ്പം ഇതു ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ ഈ ഒരു തിരുവചനം കേട്ടിട്ടാണ് ജനങ്ങൾ പറയുന്നത് ഇതത്ര കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും. പിന്നീട് അവർ ഓരോരുത്തരായിട്ട് ഈശോയെ വിട്ടുപോകുന്നത് എങ്ങനെയാണ്? പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടക്കാത്ത രീതിയിൽ അവനെ വിട്ടുപോകുന്നു. ഈശോയ്ക്ക് വേദന ഉണ്ടായിട്ടുണ്ടാകണം. അവൻ 12 ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? എപ്പോഴത്തെയും പോലെ ബോൾഡായിട്ട് പത്രോസാണ് മറുപടി പറയുന്നത്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകാനാ? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലല്ലേ. പിന്നീട് പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വചനം. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നിത്യജീവൻ്റെ വചനം, അതിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ശിഷ്യന്മാരെ, അതിൻ്റെ അറിവിൻ്റെ ആഴം കണ്ടെത്തുന്ന ശിഷ്യന്മാർ. ഈശോ പ്രത്യേകമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ജീവിതത്തിൽ മുങ്ങിപ്പോകാതെ പാറയിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞു ക്ഷണിക്കുന്നത് ഈ നിത്യജീവൻ്റെ വിശ്വാസത്തിലേക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ അറിവിൻ്റെ ആഴത്തിലേക്കുമാണ്. നിത്യജീവനെക്കുറിച്ചുള്ള വിശ്വാസം നമുക്കെപ്പോൾ നഷ്ടപ്പെടുന്നോ, നിത്യജീവനെക്കുറിച്ചുള്ള അറിവിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നോ, അപ്പോഴൊക്കെ നമ്മൾ മുങ്ങിത്താഴുന്ന കപ്പലായിട്ട് മാറും. പക്ഷേ നിത്യജീവൻ്റെ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നിത്യജീവൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു കാറ്റിലും കോളിലും പേമാരിയിലും ജീവിതത്തിലെ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലും മുങ്ങിപ്പോകാതെ കർത്താവിൽ നങ്കൂരമിട്ട് ആയിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്രകാരമുള്ളൊരു ജീവിതാവസ്ഥയിലേക്കാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത്. ഈശോയെ വിട്ടുപോകുന്നവരാണോ നമ്മളെന്ന് നമുക്ക് ചിന്തിക്കാം. അതോ ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് നിത്യജീവൻ്റെ അറിവിൻ്റെ ആഴം മനസ്സിലാക്കി കൂടെ ആയിരിക്കുന്നവരാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം ശ്രവിക്കുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം തിരുവചനം, ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതത്വവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. ഇവിടെ ഈ പ്രത്യാശ എന്ന് പറയുന്നത് എന്താ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളുടെ ശീർഷകം ഇപ്രകാരമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനം. നിത്യജീവൻ എന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമായ നിത്യജീവനിൽ വിശ്വസിക്കുവാനും അതിൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ കണ്ടെത്താനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഗുണം? ആത്മാവിൻ്റെ സുരക്ഷിതത്വം നമുക്കുണ്ടാകും. അതോടൊപ്പം തന്നെ സുസ്ഥിരമായ നങ്കൂരം പോലെ ഏതൊരു സാഹചര്യത്തിലും മുങ്ങിപ്പോകാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. ഈ വചനഭാഗത്ത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അബ്രാഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അബ്രാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 21 പിന്നെ 22 അധ്യായങ്ങളിൽ. ഇതിൽ 22-ന്റെ 16 നമ്മളിങ്ങനെ വായിക്കുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിൻ്റെ പുത്രനെ, ഏകപുത്രനെ പോലും എനിക്ക് നൽകാൻ മടിക്കാത്തതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഇതാണ് വാഗ്ദാനം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിൻ്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും നിൻ്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. പിന്നീട് നമ്മൾ വീണ്ടും ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്, അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന ഈ വാഗ്ദാനം പ്രാപിച്ചു. ഈ ദീർഘക്ഷമയെന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസമാണ്. ആ വാഗ്ദാനത്തിൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ കണ്ടെത്തുന്ന അവസ്ഥയാണ്. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. അതിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമാണ് ഏതൊരവസ്ഥയിലും മുങ്ങിപ്പോകാതെ, ആ ഒരു മകൾ പറഞ്ഞതുപോലെ, ഐ വിൽ നോട്ട് സിങ്ക്, ഐ ആം ഓൺ ദ റോക്ക്. ഞാൻ ഒരിക്കലും മുങ്ങിപ്പോയില്ല, കാരണം ഞാൻ പാറമേലാണ് ആയിരിക്കുന്നത്. ഈ പാറയെന്ന് പറയുന്നത് നിത്യജീവനുള്ള വിശ്വാസമാണ്, നിത്യജീവൻ്റെ അറിവിൻ്റെ ആഴങ്ങളാണ്. അപ്പോൾ പത്രോസിനെ പോലെ നമുക്കും പറയാൻ പറ്റും,
നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ അറിയുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നിത്യജീവൻ്റെ പ്രത്യാശ അതിലെ വിശ്വാസത്തിലൂടെയും അതിലെ അറിവിലൂടെയും സ്വന്തമാക്കാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പ്രത്യേകമായിട്ട് വിശുദ്ധ പീറ്റർ ജൂലിയൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹാപ്പി ദ സോൾ ഹു നോസ് ഹൗ ടു ഫൈൻഡ് ജീസസ് ഇൻ ദ യൂക്കറിസ്റ്റ് ആൻഡ് ദ യൂക്കറിസ്റ്റ് ഇൻ ഓൾ തിങ്സ്. വളരെ സിമ്പിളാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. ഈശോയെ ദിവ്യകാരുണ്യത്തിൽ കണ്ടെത്തുവാനും ദിവ്യകാരുണ്യത്തിലെ ഈശോയെ എല്ലാറ്റിലും കണ്ടെത്തുവാനും സാധിക്കുന്ന ആത്മാവ് അനുഗ്രഹമുള്ളതാണ്, സന്തോഷമുള്ളതാണ്. അപ്പോൾ നിത്യജീവൻ നമുക്ക് കണ്ടെത്താനും വിശ്വസിക്കുവാനും അതിൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ കണ്ടെത്താനും സാധിക്കുന്നത് ദിവ്യകാരുണ്യം എന്നുള്ള കൂദാശയിലൂടെയാണ്. പരിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിൽ കുമ്പസാരിച്ചൊരുങ്ങിയ യോഗ്യതയോടുകൂടെ നമ്മൾ പങ്കുചേരുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നമ്മൾ സ്വീകരിച്ച് ഈശോയെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ്റെ വിശ്വാസത്തിൽ വളരാൻ പറ്റും. നിത്യജീവൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ ദിവ്യകാരുണ്യത്തിലെ ഈശോയും അതോടൊപ്പം തന്നെ ഈശോയെ ദിവ്യകാരുണ്യത്തിലും കണ്ടെത്താൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക് നയിക്കപ്പെടുന്നവരായിട്ട് മാറും. നമ്മളിലൂടെ ഒരുപാട് പേര് സ്വർഗം കണ്ടെത്തുന്ന ജീവിത നന്മയും നമുക്കുണ്ടാകും. ആ ഒരു നിത്യജീവൻ്റെ വിശ്വാസവും നിത്യജീവൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ കണ്ടെത്താനുള്ള വലിയ ഒരു പ്രയത്നവും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിത്യജീവനിൽ വിശ്വസിക്കണ്ടേ? നമുക്ക് നിത്യജീവൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ കണ്ടെത്തണ്ടേ? അതിന് പരിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കാം. ഈശോയെ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിച്ച് ഈശോയെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ പകർന്ന് കൊടുക്കാം. മുങ്ങിപ്പോവാതെ എന്നും പാറമേലായിരിക്കുന്ന ഈശോയിൽ നങ്കൂരമിട്ട് ജീവിക്കുന്ന ജീവിതാവസ്ഥ നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ഈ ആണ്ടുവട്ട ഞായറിൻ്റെ സുവിശേഷ ആത്മീയതയിലൂടെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.